ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ കാണിക്കുന്നത് നോമ്പ് 5ന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ. അന്നത്തെ ദിവസം സർപ്രൈസ് ആയിട്ട് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തലേദിവസം എന്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോഴാണ് അവൾ ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്റെ ഹസ്ബൻഡിന്റെ വകയാണ് ഈ ഒരു സർപ്രൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിപ്പിച്ചതും. മൂത്താൾ നിന്നില്ല, മൂത്താൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ നോമ്പിന്റെ. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കിങ്. അപ്പൊ എന്നോട് പറയുണ്ടായിരുന്നു ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് വരുന്നവരെയും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അത് മതി, പിന്നെ നമുക്ക് ചോറിനാന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് 2 ഫ്ലേവറിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ഒന്ന് മാംഗോന്റെ ഫ്ലേവറാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഇതിന്റെ കൂടെ കിട്ടുന്നത് കൂടാണ്ട് വേറെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാം, നോമ്പിന് വേണോന്ന് ചോദിച്ചപ്പോ കുഴപ്പമില്ല, മോള് ഒരു ആഗ്രഹം പറഞ്ഞതല്ല, അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 5:30 വരെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 6 മണിയോട് അടുത്താണ് സംഭവം എത്തിയത്. അപ്പൊ അതുവരെ എനിക്ക് ടെൻഷനായിരുന്നു. വീട്ടിലാണെങ്കിൽ ഒന്നും തയ്യാറാക്കിയിട്ടില്ല, ഫ്രൂട്ട്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളവും റവയും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ചെറുതായിട്ടുണ്ട്. പക്ഷെ റവ കാച്ചതൊന്നും ഇവര് കുടിക്കൂലേ, നമ്മൾക്ക് കുഴപ്പമില്ല. നമ്മള് ഇപ്പൊ റവ കാച്ചതും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ചോറ് വെക്കാലോ എന്നുള്ളത് ധൈര്യമാണ്. പക്ഷെ ഇവരതൊന്നും കഴിക്കില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോ ഭയങ്കര ആശ്വാസമായിട്ട് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് കോംബോ ഓഫർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നോമ്പിനൊന്നും ഇത്രയും ഇരുന്ന് കഴിക്കൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അടുത്തുള്ള 2 വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസമായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അത് നോമ്പല്ലേ, നമുക്ക് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ഒഴികെ മറ്റുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ബർഗർ 2 ഉണ്ടായിരുന്നുള്ള. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഹാപ്പി ആയെങ്കിലും ഇതൊന്നും ഇങ്ങനെ കഴിക്കില്ല വരെ കേട്ടാ. ഒരാൾ ബർഗർ കഴിക്കും, ഒരാൾ ബർഗർ കഴിക്കില്ല. പിന്നെ ചിക്കൻ ഒരാൾ കഴിക്കും, അത് 1-2 പീസ് കഴിച്ച അത്രേ ഉള്ളൂ. ഒരു പീസ് കഴിച്ചെങ്കിൽ തന്നെ അവരുടെ വയറ് നിറയും, അങ്ങനെയാണ് അവരുടെ കഴിപ്പ്. അപ്പൊ അന്നത്തെ ദിവസം ഇത് മാത്രമായിട്ട് ഞങ്ങളുടെ ഭക്ഷണം, വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിക്കാൻ പറ്റില്ല, അത്രയും ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്താഴത്തിന്റെ സമയത്ത് അവലാണ് കഴിക്കുക, അവലും ചായയും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുള്ളൂ. ചോറ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ പത്തിരി ഒന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ ചോറൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ ചോറ് കഴിക്കുന്നോട് കുഴപ്പമില്ല. അപ്പൊ നോമ്പ് 5ന്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. ഇനി നോമ്പ് 6ന്റെ വിശേഷങ്ങളാണ്. അന്നത്തെ ദിവസം കുറച്ച് ബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട ബജി ഉണ്ടാക്കി, കുറച്ച് ഉള്ളി ബജി ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു, സാധാ ചോറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര ഐറ്റംസ് ആണ്, മാംഗോ ജ്യൂസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടാ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്